എല്ലാ സുഹൃത്തുക്കൾക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റത്തെ ഒരു മലയാള മൂവിയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരു ഹൊറർ കോമഡി മൂവിയായ പ്രകമ്പനം സംവിധാനം ചെയ്തിരിക്കുന്നത് വിജേഷ് പാണത്തൂരാണ്. കൊച്ചിയിലെ ഒരു ബോയ്സ് ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. കോമഡിയും ഹൊററും ചേർന്നിട്ടുള്ള ഈ മൂവി നല്ല രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മൂവി C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാള മൂവി ഒരു വയനാടൻ പ്രണയകഥ. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയത്തെയാണ് കാണിക്കുന്നത്. ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇല്യാസ് മുടങ്ങാശ്ശേരിയാണ്. ഇതിൽ പുതുമുഖ താരങ്ങളായ ജീസസ് ആന്റണി, അക്ഷയ് സുരേഷ്, ഷൈജൻ ശ്രീവത്സം തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ മൂവി മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് സീരീസാണ് സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. തെറ്റായ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന പേടിയും അതുകൊണ്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. സൈക്കോളജിക്കൽ ഹൊറർ സീരീസായ ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സിന്റെ നിർമ്മാതാക്കളാണ്. മാർച്ച് 26 മുതൽ ഈ സീരീസിന്റെ 8 എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ഹൗസ് ഓഫ് ഡേവിഡ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസാണ് ഹൗസ് ഓഫ് ഡേവിഡ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 27 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു കന്നഡ മൂവിയാണ് ലാൻഡ് ലോർഡ്. ദുനിയ വിജയ്, രജിത റാം, രാജ്ബി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജഡേഷ് കുമാർ ഹംപി സംവിധാനം ചെയ്ത മൂവിയാണ് ലാൻഡ് ലോർഡ്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് സീരീസാണ് കാട്ടാൻ. വിജയ് സേതുപതി, സുദേവ് വാര്യർ, മുത്തുകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി M മണികണ്ഠൻ സംവിധാന ചെയ്ത സീരീസാണ് കാട്ടാൻ. തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ബംഗാളി എന്നീ ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി ധീരം. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ധീരം. ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്ത ഈ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മനോരമാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാള മൂവിയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് ആശകൾ 1000. ആശ ശരത്, ഇഷാനി കൃഷ്ണ, ഷറഫുദ്ദീൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരിക്കും ഈ മൂവിയുടെ OTT റിലീസ് ഉണ്ടാവുക. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ റിലീസ് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാള മൂവി പായ്ക്കപ്പൽ. മുഹമ്മദ് റാഫിയുടെ സംവിധാനത്തിൽ ഇന്ദ്രൻസ്, സുരേഷ് കൃഷ്ണ, സുരഭി ലക്ഷ്മി, മീര വാസുദേവൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഡ്രാമ ഫിലിമാണ് പായ്ക്കപ്പൽ. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ബൈറ്റ്. റിസ് അഹമ്മദ് രചനയും സംവിധാനം നിർവഹിച്ച് റിസ് അഹമ്മദ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കോമഡി ഡ്രാമ സീരീസാണ് ബൈറ്റ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 25 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൻ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാള മൂവിയാണ് മസ്തിഷ്ക മരണം. രജിഷ വിജയൻ, നിരഞ്ജ് മണിയമ്പിളരാജു, ജഗദീഷ്, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിഷാന്ത് സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ കോമഡി ഫിലിമാണ് മസ്തിഷ്ക മരണം. സോണി ലീവ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2. നിയമവും രാഷ്ട്രീയവും അധോലോകവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീരീസിന്റെ പ്രമേയം. മാർച്ച് 25 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ആക്ഷൻ വാർ മൂവിയാണ് ബോർഡർ 2. ബോർഡർ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സണ്ണി ഡിയോളിനെ കൂടാതെ വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടിയും നാദിർഷയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. രാജേഷ് പരവൂർ, രാജേഷ് പന്നവള്ളി എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്.
മമ്മൂട്ടി വ്യത്യസ്തമായ റോളിലായിരിക്കും പ്രത്യക്ഷപ്പെടുക എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. നാദിർഷയുടെ 4ാമത്തെ ചിത്രമാണ് ഐ ആം എ ഡിസ്കോ ഡാൻസർ. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, അമർ അക്ബർ അന്തോണി എന്നീ 2 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. മേരാ നാം ഷാജി എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ നാദിർഷ. ഇതിൽ ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടിയും നാദിർഷയും ആദ്യമായി ഒന്നിക്കുന്ന ഐ ആം എ ഡിസ്കോ ഡാൻസർ ഷൂട്ടിംഗ് ആരംഭിക്കുക. അടുത്തതൊരു ഹിന്ദി ചിത്രമാണ് മർദാനി 3. റാണി മുഖർജി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ ചിത്രമായ മർദാനി 3യിൽ പോലീസ് ഓഫീസർ ശിവാനി ശിവാജി റോയിയായാണ് റാണി മുഖർജി എത്തുന്നത്. യാഷ് ഫിലിംസ് നിർമ്മിച്ച് അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് മർദാനി 3. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് 27-ന് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.